വി.എസിന്റെ വേർപാടിൽ അനുശോചിച്ച രാജ്യതലസ്ഥാനവും ദില്ലി AKG ഭവനിൽ നടന്ന അനുശോചന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആളുകൾ. കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കെ വർഷങ്ങളോളം വി.എസിനോടൊപ്പം പ്രവർത്തിച്ച ഓർമ്മകൾ നേതാക്കൾ പങ്കുവച്ചു. ദില്ലിയിലെ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ നടന്ന വി.എസ് അനുശോചന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയതിൽ വർഷങ്ങളോളം വി.എസിനൊപ്പം പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളുണ്ട്. നിലോൽപൽ ബസു, തബൻസൻ, ഹനൻമുള്ള തുടങ്ങിയവർ. കശ്മീരിൽ നിന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി വി.എസിന് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ പാർട്ടി ആസ്ഥാനത്തെത്തി. വി.എസിന്റെ വിയോഗം വൈകാരികമായല്ലാതെ ഓർക്കാനാകില്ലെന്ന് തരിഗാമി. As others, I am emotionally disturbed, but I had this opportunity to work with him in the Central Committee for some years. I have learned a lot and I miss him so much. നിറചിരിയോടെയുള്ള വി.എസിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ സഖാക്കൾ ഉറക്കെ ആവേശത്തോടെ വിളിച്ചു, കോമ്രേഡ് വി.എസ് അമർ രഹേ. പോളിറ്റ് ബ്യൂറോ അംഗം അമ്രാറാം, CITU, കിസാൻ സഭ, SFI തുടങ്ങി ഇടതു ബഹുജന സംഘടനാ നേതാക്കളും പ്രവർത്തകരും വി.എസിനെ അനുസ്മരിച്ചു. പ്രമുഖ സോപാന സംഗീത ഗായകൻ ഞരളത്ത് ഹരിഗോവിന്ദൻ വി.എസിനായി ഇടയ്ക്ക കൊട്ടിയതും പാർട്ടി ആസ്ഥാനത്തെ വൈകാരിക കാഴ്ചയായി. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ കൈവിടാതെ, കമ്മ്യൂണിസ്റ്റ് നാട്യക്കാരനല്ലാതെ കമ്മ്യൂണിസം ആചരിച്ച ആ ആചാര്യൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ NK പ്രേമചന്ദ്രൻ, ഹൈബി ഈഡൻ, ബെന്നി ബെഹ്നാൻ തുടങ്ങിയവരും AKG ഭവനിലെത്തി. മലയാളി കൂട്ടായ്മയായ ജനസംസ്കൃതിയിലെ പ്രവർത്തകരും ആവേശകരമായ മുദ്രാവാക്യം വിളിച്ച വി.എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ദില്ലി കേരള ഹൌസിലും വി.എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെത്തി. കൈരളി ന്യൂസ്, ദില്ലി.